ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലപ്പുറംകാരുടെ കിണ്ണത്തപ്പാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ബസുമതി റൈസാണ് കേട്ടോ എടുത്തുള്ളത്. അത് കുതിർത്തിയുണ്ട് 3 മണിക്കൂർ. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടത്. അത് കട്ടിയുള്ള പാൽ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായി പേസ്റ്റ് രൂപത്തിൽ കേട്ടോ. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ജാറിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കേട്ടോ, 4 ഏലക്കായ, ഒരു മുട്ട, ഒരു നുള്ള് ഉപ്പ് ഇട്ടാ നന്നായി നമുക്കിത് അടിച്ചെടുക്കാം. അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായി ഇനി മിക്സാക്കി കൊടുക്കണം കേട്ടോ. എല്ലായിടത്തേക്കും ആവണ വിധത്തിൽ നന്നായി മിക്സാക്കുക. നെയ്യ് പുരട്ടിയ ഒരു കിണ്ണത്തിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിൽ ഒഴിക്കാനായിട്ട് മുപ്പിട്ട് മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മധുരം കുറച്ചും കൂടി ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് നല്ല ജീരകം നമുക്ക് വിതറി കൊടുക്കാം കേട്ടോ. നല്ല ജീരകത്തിന് പകരം അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 10-15 മിനിറ്റ് വരെ അത് വേവിക്കാം കേട്ടോ. ഇത് വെന്തിട്ട് നമുക്ക് ഇത് എടുക്കാം കേട്ടോ. അടുത്തത് വെച്ച് കൊടുക്കാം കേട്ടോ. അടുത്തത് വെച്ച് കൊടുത്തിട്ട് അത് മൂടി വയ്ക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. അപ്പം എന്നിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.